ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ഇന്ന് ഞങ്ങൾ നാസിക്കിലാണ്. ദ കോക്ടെയിൽ ഓഫ് എക്സ്ട്രീംസ് എന്നാണ് നാസിക് എന്ന മഹാനഗരത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ മഹാനഗരത്തിന്റെ കാഴ്ചകളുമായി എത്തിയാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി ആൻഡ് അവർ ലോജിസ്റ്റിക് പാർട്ണർ ശ്രീ ട്രാൻസ് ലോജിസ്റ്റിക്സ്. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഞാനിപ്പം നിൽക്കുന്നത് ത്രയംബകം ക്ഷേത്രത്തിലാണ്. നാസിക്കിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രമുള്ളത്. ബ്രഹ്മഗിരി, നീലഗിരി, കലാഗിരി, ഇങ്ങനെ 3 പർവ്വതങ്ങൾക്ക് ഇടയിലാണ് ഈ ത്രയംബകം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ത്രയംബകേശ്വർ ക്ഷേത്രം. ഈ സ്ഥലത്തെ ലിംഗത്തെ ത്രയംബക എന്ന് വിളിക്കുന്നു. ഉള്ളിലെ 3 ചെറിയ ലിംഗങ്ങൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവരെ പ്രതീകപ്പെടുത്തുന്നു. അങ്ങനെയാണ് ആ പേര് ലഭിച്ചത്. മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെ ക്യാമറ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ അകത്തോട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. തൽക്കാലം ഇവിടം വരയ്ക്കുമൊക്കെ ക്യാമറ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റും. ഈ അമ്പലം ഉണ്ടല്ലോ, ഇഷ്ടങ്ങൾക്ക് തന്നെ ഔറംഗസീബ് നശിപ്പിച്ച അമ്പലമാണ്. അതിനുശേഷം അവിടുത്തെ രാജാവായിരുന്ന ബാലാജി ബാജി റാവു 1740, 1760 കാലഘട്ടങ്ങളിലാണ് വീണ്ടും ഈ അമ്പലം. അങ്ങനെ എനിക്കും നമ്മുടെ നിരവധി ഒരുപാട് നിരവധി ക്ഷേത്രങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് അറിയുന്നില്ല. അതെ, തീർച്ചയായും. അന്ന് ആ പേഷ്വ, ആ രാജാവ് ഇത് പണിഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല. അമ്പലത്തിനെ കുറിച്ച് അറിയില്ല. കാരണം 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ അകത്ത് നമുക്ക് പോയി നിന്ന് പൂജ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വെളിയിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ വന്ന ആൾക്കാർക്ക് പൂജയൊക്കെ നടത്താം. എള്ള്, നെയ്യ്, വെണ്ണ, പാൽ, പണം, മറ്റ് നല്ല ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വഴിപാടുകളും ദേവന് സമർപ്പിക്കാം. ഈ പൂജയ്ക്കിടെ ഭക്തർ നാഗത്തിനോ സർപ്പത്തിനോ ആരാധന നടത്തുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ. ത്രയംബകേശ്വരിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു താഴ്ചയിലോ അറയിലോ ഒരു ലിംഗം കണ്ടെത്താൻ കഴിയൂ. ഇത് ജ്യോതിർലിംഗങ്ങളിൽ സവിശേഷമാക്കുന്നു. 3 എം, വിഷ്ണു, മഹേശ്വർ, ബ്രഹ്മ, ഒരു 3 പേരും. അങ്ങനെയാണ് ത്രയംബകം എന്ന പേര് വന്നതെന്ന് പറയുന്നത്. ത്രയംബക നാമായ. ഇതിന് 4 കവാടങ്ങളുണ്ട്. 4 കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഇത് 4 സംഭവങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളിൽ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദനുമാണ് ശിവൻ. കൈലാസത്തിൽ സർവപ്രപഞ്ചങ്ങളുടെയും സംരക്ഷകനായി അരുളുന്ന ശിവൻ വായു, ജലം, ആകാശം ഇവയുടെയൊക്കെ പ്രതീകമായി നിലകൊള്ളുന്നു. ശിവന്റെ ജടയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയാണ് ഭാരത സങ്കല്പത്തിലെ പുണ്യനദി. ഗംഗയെ ജടയിൽ ഗാന്ധർവിയാക്കിയ ഗംഗാജടാധര, ഗംഗാധര മാമുനിമാരാൽ. നമ്മൾ വളരെ കൃത്യമായി അകത്ത് പോയി തൊഴുകയും ചെയ്തു. നല്ലൊരു ദർശനം കിട്ടി. അതും ഇത്രയും ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ നേരിട്ട് അകത്ത് പോയി ഏകദേശം എത്ര പേര് വരുന്നുണ്ടാവും ഇവിടെ? रोज कितना लोग दर्शन होते हैं यहाँ पे? 35,000 പേരോളം ഒരു ദിവസം ഇവിടെ ദർശനത്തിന് വരുന്നുണ്ട്. 35,000 പേര് ഒരു ദിവസം.
3 ലിംഗങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഓരോ കണ്ണും വ്യത്യസ്ത ദിശയിലേക്ക് നോക്കുന്നുവെന്നും പലരും വിശ്വസിക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ, അവർ 3 പേരും ഇവിടെ ചന്ദ്ര, ശിവഭഗവാൻ. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, അതിന് മുകളിൽ ചന്ദ്രക്കല കൊടുത്തിട്ടുണ്ട്. അത് 3 പേരും അത് ശിവനാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മഗിരി പർവ്വത്, ഇതാണ് ബ്രഹ്മഗിരി പർവ്വതം. അതായത് ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ 4 പർവ്വതനിരകളുടെ ഇടയിലാണുള്ളത്. ഇതിൽ നമ്മൾ ഈ കാണുന്നതാണ് ബ്രഹ്മഗിരി. അതിന്റെ അടുത്ത് നിന്നും ഏകദേശം 150 വർഷം. കിतना साल पुराना है? 100 शिवलिंग, 100 years. ഓക്കെ, 100 വർഷം അല്ലെ? 100 വർഷം അല്ലെ? 100 വർഷം പഴക്കമുള്ള ഒരു ശിവലിംഗമുണ്ട്. പേഷ്വാ രാജാവാണ് ഈ അമ്പലം പണിഞ്ഞതെങ്കിലും ഒരിക്കലും 1000 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. അതെ. और दूसरा वो ऋषि महर्षि ने गौतम ऋषि ने महादेवन को तपस करके शिव जी को प्रसन्न करके शिव जी के जटा में से वो कौन सा है? वो पहाड़ के बैक साइड, ഈ കാണുന്ന നമ്മുടെ മലയുടെ തൊട്ടു പുറകിലായിട്ടാണ്. അതായത് ഈ ഗൗതം മഹർഷി തപസ് ചെയ്ത് മഹാദേവനെ തപസ് ചെയ്തിട്ടാണ് ഗംഗയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചത്. അങ്ങനെ ഗംഗ ആക്ച്വലി വരാൻ താല്പര്യമില്ല. ഗംഗ പറഞ്ഞത് മഹാദേവനും വന്നെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ. പിന്നെ മഹാദേവൻ വന്നു. എന്നിരുന്നാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ജട അതെടുത്ത് അടിച്ചു. അങ്ങനെയാണ് ഗംഗ പ്രത്യക്ഷപ്പെട്ടത്. ഗംഗ ഇവിടെ വന്നു എന്ന് പറയുന്നത്. അതെ, അതിന്റെ ഉത്ഭവം. അതിന്റെ പുറകില് അവിടെ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഈ മുടി അടിച്ചതിന്റെ പാട് കാണാന്നാ പറയണത്. ദീർഘായുസ്സും ആരോഗ്യവും ഉറപ്പാക്കുന്നതിനും കഠിനമായ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും മഹാമൃത്യുഞ്ജയ പൂജയുടെ ഭാഗമായി മഹാമൃത്യുഞ്ജയ ജപം നടത്തണം. 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. അതില് ഏറ്റവും സവിശേഷം നിറഞ്ഞ ഒരു ജ്യോതിർലിംഗമാണ് ത്രയംബക ക്ഷേത്രത്തിലുള്ളത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇവര് 3 പേരും ഒന്നിച്ചാണ് ഈ ശിവലിംഗത്തിലുള്ളതെന്ന് പറയപ്പെടുന്നു. ശിവനാണ് കൂടുതലും പ്രാധാന്യം. ശിവനെ ആദരിക്കുന്നതിലും ഭക്തിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് പൂജ. രുദ്രാഭിഷേകം, പാൽ, നെയ്യ്, തേൻ, തൈര് അല്ലെങ്കിൽ പഞ്ചസാര എന്നിവയിൽ നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. 7 മഹാനദികളിൽ ഒരു മഹാനദിയാണ് ഗോദാവരി. ഗോദാവരി എന്ന് പേര് വരാൻ ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് ഗോക്കളെ, അതായത് പശുവിനെ കൊന്ന് അതിൽ നിന്ന് ഉദ്ധരിച്ച ഒരു സ്ഥലം, ഗോവധത്തിന് ശേഷം ഉദ്ധരിച്ച സ്ഥലം, അങ്ങനെയാണ് ഗോദാവരി എന്ന് പേര് വന്നത്. അതിന് മറ്റൊരു ചരിത്രം പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, അതായത് ഈ മഹർഷി തപസ് ചെയ്ത് ഈ പണ്ട് നമ്മുടെ ഈ സ്ഥലം മുഴുവൻ വരൾച്ച ഉണ്ടായിരുന്നു. ഈ വരൾച്ച ഉണ്ടായിരുന്ന സമയത്ത് എന്ത് ചോദിച്ചാൽ ഒരു സംഭവമില്ല. ഇപ്പൊ ചെറുന്നല്ലേ കൃഷിയുടെ ഏറ്റവും വലിയ സ്ഥലമാണ് നാസിക് അല്ലെ? നാസിക്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഓണിയൻ, ബോംബെയിലേക്കല്ല വരുന്നത്. ഓണിയൻ, മുന്തിരി എല്ലാം ഇവിടെ നിന്നാണ്. അത് ആ കാലത്ത് വരൾച്ചയാന് ശേഷം ഈ ഗൗതം മഹർഷി മഹാദേവനെ തപസ് ചെയ്ത് അങ്ങനെ മഴ പെയ്യുകയും ഈ ഏരിയ മുഴുവൻ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ കൃഷി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ അസൂയ എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ ഈ അസൂയ മറ്റ് ഋഷിമാർക്കുണ്ടായിരുന്നു അത്ര ഇദ്ദേഹത്തിനോട്. അങ്ങനെ ഒരു പശു അവിടെ വരികയും ഈ പശു ഈ സസ്യങ്ങളെല്ലാം കഴിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഒരു ഗർഭമുല എറിഞ്ഞ് ഈ പശു മരിച്ചു. അതായത് പശുവിനെ കൊല്ലുക, ബ്രാഹ്മണനെ കൊല്ലുക, സ്വന്തം അമ്മയെ കൊല്ലുക, ഈ 3 കാര്യങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണെന്നാണ് പറയുന്നത്. കാരണം ബ്രാഹ്മണൻ പ്രാർത്ഥിക്കുന്ന ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയാണ്. പിന്നെ അമ്മ, നമ്മുടെ സ്വന്തം അമ്മയാണല്ലോ മാതാവ്. അതിനുശേഷം പിന്നെ നമ്മൾ അമ്മയുടെ മുലപ്പാല് കുടിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ പാല് കുടിക്കുന്ന പശുവിന്റെയാണ്. അതുകൊണ്ടാണ് പശുവിനെ അമ്മയായി കാണണം എന്ന് പറഞ്ഞത്, ഗോമാതാവ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 പേരെ വധിക്കുക, അതാണ് ഏറ്റവും വലിയ പാപം. അങ്ങനെ അവർ ചെയ്ത പാപമായിരുന്നു പശുവിനെ, ഈ ഗോവിനെ വധിച്ചു. അപ്പൊ എന്താ ചെയ്യുക? ഇനിയിപ്പം ഗംഗയെ ഇവിടെ കൊണ്ടുവന്ന് ആ ഗംഗയിൽ കുളിച്ചാൽ പാപം മാറുമെന്നാണ് ഐതിഹ്യം. അപ്പൊ അങ്ങനെ ഈ ഗൗതം മഹർഷി തപസ് ചെയ്ത് ഗംഗയെ ഇവിടെ കൊണ്ടുവന്നുവെന്നും അത് കുളിച്ചതിന് ശേഷം പാപം മാറിയുമെന്നാണ്. അങ്ങനാണ് ഗോദാവരി എന്ന പേര് വന്നത്. ഗംഗയെ ജടയിൽ ഗാന്ധർവിയാക്കിയ ഗംഗാജടാധര ഗംഗാധര മാമുനിമാരാൽ ഭൂജ
സുജാതമായ മാനിക്കാവ് സ്വയംഭൂ. ഇതാണ് ഏറ്റവും പുണ്യമായ നമ്മുടെ നദി, അതായത് ഗോദാവരി ഗംഗ. ഇതിനെയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അതായത് പാപങ്ങൾ ചെയ്തവർ വന്ന് സ്നാനം ചെയ്ത് അതിൽ നിന്നും ഉദ്ധരിച്ചത് കൊണ്ടാണ് ഇതിനെ ഗോദാവരി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഗംഗ ഗോദാവരി എന്ന് പറയുന്ന സ്ഥലം. ചന്ദ്രനെ മൗലിയിൽ ചന്ദനമാക്കിയ ചന്ദ്രകല. നമ്മുടെ പുറകിലാണ് ക്ഷേത്രം. മഴയുള്ളതാണ്, നല്ല മഴയാണ്. അവിടെ നമ്മൾ കുട പിടിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും നമ്മൾ തുടർന്ന സമയത്ത് ഇതിൽ മഴ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പരമശിവൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. 1889 എന്ന് തോന്നുന്നു ആദ്യമായി കുംഭമേള. വൈഷ്ണവരും ശൈവരും തമ്മില് പ്രശ്നമുണ്ടായി. ഇത് പ്രശ്നം നമ്മള് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ വഴക്കുണ്ടായത് കൊണ്ടാണ് ഇവർ രണ്ട് സ്ഥലത്താണ് കുളിക്കുന്നത്. കുംഭമേള. ഈ കുംഭമേള നടക്കുന്നത് ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ വളരെ കൃത്യമായി പഠിക്കാൻ വേണ്ടി അതിനൊരു നാഹു എന്ന് വേണേൽ പറയാം. നാഹു എന്ന് പറഞ്ഞാൽ N സ്റ്റാൻഡ് ഫോർ നാസിക്, A അലഹബാദ്, H ഹരിദ്വാർ, U ഉജ്വൽ. അപ്പൊ നാഹു നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടാണ് കുംഭമേള നടക്കുന്നത്. കുംഭം എന്ന് പറഞ്ഞാൽ അമൃത്. അതായത് ഈ 4 നദികളും ആ സമയത്ത് അമൃതായി മാറുമെന്നാണ്. അതിന് മെയിൻ കുംഭമേള നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നമ്മളൊന്ന് അംബർനാഥ് ക്ഷേത്രം കാണിച്ചപ്പോൾ അവിടെ ഒരുപാട് കൊത്തുപണികൾ. അപ്പൊ അതെന്ന് പറയുന്നത് ഓരോ ഗ്രന്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഇവിടെ ഒരു വാസ്തുശില്പം, ഇത് ഹേമന്ത് പന്തി എന്നൊരു വാസ്തുശില്പകലയിലാണ് അത്ര ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതെല്ലാം നമ്മുടെ കാര്യങ്ങൾ നശിപ്പിച്ചു പലരും, അല്ലേ? നമുക്ക് പുതിയ തലമുറയ്ക്ക് ഇതൊന്നും പകർന്നു നൽകാൻ സാധിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ പോലുള്ള ആർക്കെങ്കിലും ഇത് അല്ലെ പകർന്നു നൽകണം. അതിനൊരു ലിഖിതം വേണം, എഴുത്ത് വേണം, വീഡിയോ വേണം, മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറകൾ കാണണം. തീർച്ചയായും നിങ്ങൾ മഹാദേവനെ പ്രാർത്ഥിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ചൊരിയട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ നാട്ടിലേക്ക് ചെന്ന് ഇപ്പൊ നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശിവന് ധാര, അങ്ങനെ ഒരുപാട് അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ വഴിപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പൂവ് തരും, പ്രസാദം തരും. അതുകൊണ്ട് തന്നെ അവിടെ പൂജാരി കയ്യിൽ കൊടുക്കുക, അവര് അതെടുത്തിട്ട് തിരിച്ച് നമ്മൾക്ക് കുറച്ച് പ്രസാദം പൂവും. പക്ഷെ ശരിക്കും ദക്ഷിണ പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലേ? പണ്ട് പറഞ്ഞ ആ പശുവിന്റെ കഥ പറഞ്ഞു. പിന്നെ മറ്റൊരു കഥയും കൂടെ പറയുന്നുണ്ട്. അതായത് ഈ പശു നമ്മുടെ ഗർഭമുല കൊണ്ട് എറിഞ്ഞെന്ന പോലെ പണ്ട് ഗണപതി ഭഗവാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പശുവായി വന്നെന്നും ഈ പശുവിന് പുല്ല് കൊടുത്ത സമയത്ത് അത് കഴിച്ച് പശു പെട്ടെന്ന് വീണു. അതെന്താ വെച്ചാൽ മറ്റുള്ള ഋഷിമാർക്കുണ്ടായ അസൂയാണ് അത്ര. അത് നമ്മൾ പറഞ്ഞ് വരൾച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ വേറൊരു കഥ പറയുന്നത് ഈ അസൂയ മൂത്തിട്ട് എങ്ങനെങ്കിലും ഈ മഹർഷി ഇവിടുന്ന് ഓടിക്കണം എന്നൊരു കാര്യത്തിലാണ്. അങ്ങനെ ഗണപതി ഭഗവാൻ വന്നുവെന്നും വീണ്ടും അതുകൊണ്ടാണ് വീണ്ടും ഗംഗയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഗംഗ വന്നു, ഗോദാവരിയും എത്തി, പശുവിനെ കൊന്നത് കൊണ്ട് അവിടെ കുളിച്ചാൽ പാപം തീരുമെന്നുള്ളത് സത്യമാണ്. അതിന് മുമ്പുള്ള കഥ 2 കഥകൾ പറയുന്നുണ്ട്. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒരുപാടുണ്ടെന്നേ. ഇതിപ്പം നമുക്ക് ഞാനൊക്കെ പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ട ആ ഒരു ചെറിയ ഇതിൽ നിന്നും എടുത്ത കാര്യങ്ങളാണ് ഞാനീ പറയണം. പക്ഷെ ഇതെങ്കിലും നമ്മുടെ ബുക്കുകളൊന്നും എഴുതി വെച്ചിട്ടില്ല, അല്ലെ? ഇത് പണ്ട് നമ്മുടെ ഒരാൾ പറഞ്ഞ പോലെ എഴുതാനായിട്ട് അന്ന് ലിഖിതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ലിഖിതങ്ങളുണ്ട്, പക്ഷെ അതിനെ മുന്നോട്ട് ആരും പ്രോത്സാഹിപ്പിച്ച് എഴുതാനോ അതിന്റെ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അതെ, എന്നപോലെ മാത്രമല്ല ഇപ്പൊ സാധാരണ ഇതൊക്കെ ഒരു മഹാക്ഷേത്രമാണ്. നമ്മുടെ സാധാരണ ഒരു നാട്ടില് നമ്മൾ കണ്ടു കാണും നമ്മുടെ ക്ഷേത്രമൊന്നും പെട്ടെന്ന് പണിയത്തില്ല. അതേസമയം മറ്റുള്ളവരുടെ വീട് എത്ര വേണമെങ്കിൽ പണിയാം. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ക്ഷതങ്ങളെ ഇല്ലാതാക്കുന്ന സ്ഥലം എന്നാണ്.
ഒരു ക്ഷേത്രം പണിയുന്നത് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞാൽ ഏകദേശം 250 അടിയോളം അത് തുഴഞ്ഞ് ആ മണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്യുകയും അപ്പൊ അവർക്ക് അറിയാൻ സാധിക്കും. കാരണം ആ ടേസ്റ്റ് എടുത്താൽ എങ്ങനെയാണ് ഇതിന്റെ ഈ മണ്ണിന്റെ പ്രത്യേകത. അതിനുമുപരി അവിടെ ഒരു ശവദാഹം പോലും നടത്തിയിട്ടുണ്ടാകാൻ പാടില്ല. അത്ര ഒരു പുണ്യ സ്ഥലമാണെങ്കിൽ മാത്രമേ അവിടെ ക്ഷേത്രം പണിയുള്ളൂ എന്നാ പറയണം. പക്ഷെ നമ്മുടെ ഈ അവിടെ ചെന്നാൽ ഈ പരിപാടി മാത്രം നമ്മുടെ നാട്ടിലില്ല. പക്ഷെ അത് കൊള്ളാല്ലേ? കൊള്ളാം, നല്ലൊരു അലങ്കാരം. പക്ഷെ ഇത് നമ്മളെല്ലാം അനുകരിക്കുന്നവരാ, മലയാളികളെല്ലാം അനുകരിക്കുന്നവരാ. ഇതും അടുത്ത് തന്നെ വരും നമ്മുടെ നാട്ടിൽ അല്ലെ. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ചന്ദനം, ഈ ചന്ദനം തൊടുന്നു തന്നെ നമ്മൾ ഈ വിരല് കൊണ്ട് അല്ലെ തൊടണമെന്നാ. പണ്ട് ഒന്നും നമുക്ക് ആർക്കും അറിയില്ല, നമ്മൾ കിട്ടുന്ന ഇതാണ് അതിന്റെ ശരിക്കും. അതെ, മോതിര വിരല് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ കർപ്പൂരം നമുക്ക് നൽകുന്നുണ്ട്. ഈ കർപ്പൂരം നമ്മൾ മേടിക്കുന്ന പറഞ്ഞാൽ ആ കർപ്പൂരം എന്ന് പറയുന്നത് അതൊരു അഗ്നിയാണ്. അതിനെ നമ്മൾ തൊട്ട് നമ്മളൊരു ശബ്ദം ചെയ്യണം, നാളെ ഞാനും ഒരു അഗ്നിയായി മാറും, അതായത് എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് കർപ്പൂരം കത്തിക്കുകയും അതിൽ കൈ തൊട്ട്. നമ്മളൊക്കെ ചിലരൊക്കെ 3 പ്രാവശ്യം കാണിക്കുന്നതാണ്. ഞാൻ കാണിക്കാറുണ്ട് 3 പ്രാവശ്യം. അതായത് നമ്മൾ അങ്ങനെ ഒരു ശബ്ദം ചെയ്യുന്ന പോലെ അത് ചെയ്യണം എന്നുള്ള, നാളെ ഞാനും അഗ്നിയായി മാറുന്നു എന്നുള്ളൊരു നഗ്ന സത്യത്തെ അംഗീകരിക്കുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് കർപ്പൂരം എന്ന് പറയുന്നത് വായുവിനെ, ഓക്സിജനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയും കൂടെയാണ്. അതുപോലെ നമ്മളൊരു ക്ഷേത്രത്തിൽ നടക്കുമ്പം, അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു നിറകുടം തലയിൽ വെച്ച് എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ മാത്രമേ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമുക്ക് പകർന്നു നൽകാൻ സാധിക്കണം അല്ലെ. തീർച്ചയായും അങ്ങനെ ആവട്ടെ. ദൈവം ഏവരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൽക്കുന്നത് നാസിക്കിലെ ഇൻഫന്റ് ജീസസ് ചർച്ചിലാണ്. സർവ്വമതസ്ഥരും ഒന്നാന്നുള്ളതാണ് അല്ലെ. അതുപോലെ എത്ര മലയാളികൾ ഉണ്ടാവും ഇവിടെ ഈ നാസിക്കിൽ? നാസിക്കില് 15,000, 15,000. ഇവിടെ ചർച്ചിൽ എത്ര പേരുണ്ടാവും? സർവ്വമതസ്ഥരും വരുന്നതാണ്. എല്ലാരും വരുന്നവർ. കാരണം മലയാളിയെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓണം തരുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഇല്ലാതെ എല്ലാ കുപ്പായങ്ങളും അഴിച്ചു വെച്ച് നമ്മൾ ഏകരാണ്, നമ്മൾ സഹോദരങ്ങളാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വലിയ പരമ്പരയിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് കേരളം വിട്ടുകഴിഞ്ഞാൽ അല്ലെ. ഇവിടെ എങ്ങനെ മലയാളത്തിലാണോ? മലയാളത്തിലും സർവീസ് ഉണ്ട്, ഹിന്ദി സർവീസ് ഉണ്ട്, ഇംഗ്ലീഷിലുണ്ട്, മറാഠിയിലുണ്ട്, എല്ലാ ഭാഷയിലുള്ള സർവീസ്. ഇവിടെ എല്ലാ മതസ്ഥരും വരുന്നൊരു ചർച്ച. പ്രത്യേകിച്ച് ഇൻഫന്റ് ജീസസ് ചർച്ചിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ നമുക്കെല്ലാം കിട്ടും. അങ്ങനെ ഒത്തിരി നേരുന്ന ഒരു പള്ളിയാണിത്. എല്ലാ വർഷവും ഇവിടെ ഫീസ്റ്റ് നടക്കുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങള് ഒരു 9 ഡേയ്സിന്റെ പ്രോഗ്രാം, സ്കൂള് എല്ലാം ഉണ്ട്. അതാണ് പ്രത്യേകിച്ച് ചർച്ച് ബന്ധപ്പെട്ട നിരവധി സ്കൂള് കോളേജ് എല്ലാം ഉള്ളതാണ്. തിരുവല്ലക്കാരനാണ് ഞാൻ, കുമ്പനാട് തിരുവല്ലക്കാരനാണ്. അത് തന്നെ. ഇതിനകത്ത് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞാല്, ഒരു തമാശ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും ലോൺ കൊടുക്കില്ലെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 100 മീറ്റർ എത്ര സെക്കൻഡ് കൊണ്ട് ഓടും? 13 സെക്കൻഡ് കൊണ്ട് ഓടും. 13 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഈ ഒരു സംഭവം ഇപ്പോഴും ഓടുന്നുണ്ട്? അതും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തതാണ്. 14 ഇന്റർനാഷണൽ കളിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫുട്ബോൾ അല്ല, റണ്ണിങ്ങും ഫുട്ബോളും എല്ലാം കളിച്ചു. ഫുട്ബോൾ കളിയിൽ ഇപ്പൊ IM വിജയനുമായിട്ട് ചേർന്നുണ്ടെന്നൊരു സംഭവം. IM വിജയനോടൊക്കെ ഞങ്ങൾ നേരത്തെ കളിച്ചിട്ടുണ്ട്. IM വിജയന്റെ കൂടെ കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷറഫ് അലി, KT ചാക്കോ, അലക്സ്, കുരിയേഷ് മാത്യു, ഞങ്ങളെല്ലാം ഒരുമിച്ച് വെറ്ററൻസ് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. നാസിക്കിലെത്തി ഒരു ബിസിനസ്സുകാരൻ ആയിപ്പോയി. സാധാരണ ആൾക്കാർ പറയുന്നത് ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ അങ്ങനെ. ഇതങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത് അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ എന്റെ മിസ്സസ് ഉണ്ട്, ഇപ്പൊ 2 പിള്ളേരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? മോന് അഹമ്മദാബാദിലാണ്, അവര് ഫുട്ബോൾ കളിക്കും. മോള് ബാഡ്മിന്റൺ കളിക്കും. മോള് ദുബൈയിലാണ്. ഓട്ടപരിപാടി ഇല്ല. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിങ് ചെയ്യും രാവിലെ 2 മണിക്കൂർ. ഫിറ്റ് ആണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ വേണം. നമുക്കും ഓടണം, പഠിക്കണം. കാരണം മറ്റുള്ള സംഭവം എത്ര മണിക്കൂർ രാവിലെ നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് പോയാൽ മതി. രാവിലെ ഈ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു മരുന്നാണ് നമ്മുടെ. ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല മരുന്ന്. അപ്പൊ നമുക്ക് രാവിലെ നടക്കണം പറയുന്നത്. നടക്കുന്നതിലും കണ്ട് ജോഗിങ് ചെയ്യണം. നടക്കുന്നതുകൊണ്ട് ഒന്നും വലിയ പ്രയോജനമില്ല. ജോഗ് ചെയ്യുന്നവരായിരിക്കും. എങ്ങനെയായിരിക്കും? പയ്യെ ഓടിയാൽ മതി. പയ്യെ ഓടണം. നടന്നുകൊണ്ട് വലിയ കാര്യമില്ല. അതായത് അതൊരു വലിയൊരു പോയിന്റ് ആട്ടോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിരവധി ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്താൽ നാസിക്കിലെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് നടന്നുകൊണ്ട് വലിയ പ്രയോജനമില്ല.
നടന്നുകൊണ്ട് വലിയ പ്രയോജനം ഇല്ല. ജോഗിങ് ചെയ്യണം, ജോഗിങ് അല്ലെങ്കിൽ സ്പീഡ് നടക്കുന്നവരായിരിക്കണം. അല്ലാതെ പയ്യെ നടന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു വിധമല്ല. അങ്ങനെ നാസിക്കിലെ ഒരു മലയാളിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം ഇദ്ദേഹം മൊത്തം ഓടാൻ നിങ്ങളും തയ്യാറാകുക. ഈ വയസ്സിലും ഓടാൻ തയ്യാറാണ്. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പ്രായം ഞാൻ പറഞ്ഞത് പറയത്തേ എന്നുള്ളതാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ കമ്മട്ടത്താണ് അല്ലെ. കമ്മട്ടം എന്ന് പറഞ്ഞാൽ എവിടെയാണ് റിസർവ് ബാങ്കിന് നോട്ട് അടിക്കുന്നത്. ഒരു ദിവസം 126 million notes. 126 million നോട്ട്സ്. ചേട്ടൻ പറയുന്നത്, ചേട്ടൻ നാസിക്കാരനാണ്, ചേട്ടൻ പറയുന്നത് ഭൂരിഭാഗം നോട്ടും പോകുന്നത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിലേക്കാണ് ഭൂരിഭാഗം. കാരണം ഇവിടുത്തെ കണ്ടെയ്നർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. അത്രയ്ക്ക് നോട്ട് ഇവിടുത്തെ. ഇത് പറയുന്നത് എങ്ങനെ അറിയടാ, ഈ നോട്ട് പ്രിന്റ് ചെയ്തതിന് ശേഷം ഇതിൽ വരുന്ന ആ ബാലൻസ് പേപ്പർ ഉണ്ടല്ലോ, അത് കത്തിക്കും, അത് ആഷാക്കും, എന്നിട്ട് അതിനെ വെയിറ്റ് ചെയ്ത് ഇത്ര ഗ്രാം ആക്കി വരിക സൂക്ഷിച്ചു വെക്കും എന്നുള്ള. കാരണം അത്ര സുരക്ഷിതമാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ നോട്ടിന്റെ ഒരു പീസ് പോലും വെളി വരാൻ പാടില്ല. കേട്ടോ അങ്ങനെ ഒരു സപ്പോർട്ട് ഇവിടെ. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സ്ഥലമാണിത്. മലയാള സിനിമയിലെ നരസിംഹം എന്ന സിനിമയിലെ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് അത് കേട്ടോ, നരസിംഹം സിനിമയില്, നരസിംഹ സിനിമ ആണ്. അതില് മമ്മൂട്ടി പറയുന്നത്, റിസർവ് ബാങ്കിലെ കമ്മട്ടത്തിൽ നിന്നും മുഴുവൻ നോട്ട് കൊണ്ടുവന്ന് ത്രാസിൽ വെച്ച് തൂക്കിയാലും മാരാരുടെ തട്ട് താഴ്ന്നിരിക്കും. മമ്മൂട്ടി എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ ഈ ഡയലോഗ് മലയാളിക്ക് ഏറ്റവും സുപരിചിതമായതുകൊണ്ട് ആ കമ്മട്ടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ us ഓൺ സോഷ്യൽ മീഡിയ. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ, ഹലോ മുംബൈ.